ചാനൽ. സോ നമ്മൾ ഇന്ന് എവിടെ പോവാണ്? നമ്മുടെ ബസ് 8 മണിയുടെ ഡിലേ ഉണ്ട്. ഇറങ്ങിയ സ്റ്റോപ്പ് മ്യൂസിയം നർദോവ. കൺമുമ്പിൽ കൂടെ എപ്പോഴത്തേയും പോലെ നമ്മുടെ ബസ് പോയി. ഇനി അടുത്ത് തുടങ്ങി. ഇനി അവിടെ എത്തിയിട്ട് വേണം അവനോ ഇതൊരു എലിഫന്റ് ഇതൊരു ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. സോ നമ്മൾ ഇന്ന് എവിടെ പോവാണ്? ക്രാക്കോ സൂ. അപ്പോൾ ഇവിടെ സമ്മറൊക്കെ അത്യാവശ്യം കറക്റ്റ് രീതിയിൽ സ്റ്റാർട്ടൊക്കെ ആയി. ആൻഡ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 3 വർഷം ആവറായി. ഇതുവരെ ഇവിടുത്തെ സൂ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതിപ്പോൾ ഇതൊരു കുട്ടൻ്റെ കറക്റ്റ് ഏജാണ്. അവൻ ആനിമൽസിനെയൊക്കെ തിരിച്ചറിയുന്ന ഒരു പ്രായം, ആനിമൽസിൻ്റെ പേര് പറയുന്ന ഒരു പ്രായം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവനെയും കൊണ്ട് ഈ വീക്കെൻഡ് ഇവിടുത്തെ സൂ ഇപ്പോൾ ഒന്ന് പോയി എക്സ്പ്ലോറൊക്കെ ചെയ്യാം. നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് 2 ബസ് അല്ലെങ്കിൽ ഒരു ട്രാം 2 ബസ് ഇറങ്ങി കയറണം. സോ അതിനായിട്ട് ഞങ്ങളിപ്പോൾ ബസ് സ്റ്റോപ്പിലോട്ട് പോവാണ്. നല്ല വെയിലാണ് ഇവിടെ, വെയിൽ കാരണം കണ്ണുറക്കാൻ വയ്യ. ആൻഡ് നമുക്ക് ബസ്സൊക്കെ പിടിച്ച് അവിടെ ചെന്ന് എത്തിയതിന് ശേഷം ഞാൻ അവിടുത്തെ ടിക്കറ്റ് റേറ്റ്സും എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. സോ ലെറ്റ്സ് ഗോ ടു ക്രാക്കോ സൂ. ഹായ് കാ. ഇന്ന് ഇവിടെ ഏകദേശം എത്ര ഡിഗ്രി ഉണ്ട്? 28 ഉണ്ടല്ലേ? 28. നല്ല വെതറാണ്. ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്, എന്നാലും വെയിലും തള്ളും രണ്ട് പറഞ്ഞു കയറുന്നില്ല. ആ വെയിലൊന്നും ബസ്സിന് എത്ര നേരത്തിനകത്തൊന്നും ഒരു ഐഡിയ ഇല്ല. നമുക്ക് എല്ലാ ബസ് സ്റ്റോപ്പിൽ നിന്ന് പോയി ഇവിടെ ലിപ്പിൻസ്കി എന്നാണ് ഞങ്ങൾ കയറുന്നത്. അവിടെ നിന്ന് 194 ബസ് പിടിച്ച് മ്യൂസിയം നർദോവയിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം നമുക്ക് സെക്കൻഡ് ബസ് എടുക്കാൻ സൂവിലോട്ടുള്ളത്. സോ നമ്മൾ കഴിഞ്ഞ 10 മിനിറ്റായിട്ട് ഇവിടെ ബസ് സ്റ്റോപ്പിലാണ്. നമ്മുടെ ബസ് 8 മണിയുടെ ഡിലേ ഉണ്ട്. സോ വി ആർ വെയിറ്റിംഗ്. അങ്ങനെ ഫസ്റ്റ് ബസ് വന്ന് ഇറങ്ങി. ഇനി അടുത്ത് ഡയറക്റ്റ് സൂവിലോട്ടുള്ള 134 റൂട്ട് ബസ് എടുക്കാൻ ഉള്ള സ്റ്റോപ്പിലോട്ടാണ് നമ്മൾ ഈ നടന്നു പോകുന്നത്. ആണ് ഇവിടുത്തെ നമ്മൾ ഫസ്റ്റ് വന്ന് ഇറങ്ങിയ സ്റ്റോപ്പ് മ്യൂസിയം നർദോവ. ഇവിടുന്ന് കട്ടെടുത്ത് നമുക്ക് അങ്ങോട്ട് പോണേക്കാം. 2 മിനിറ്റ് നമ്മുടെ ബസ്സുണ്ട് 134. അത് മിസ്സായി പിന്നെ 20 മിനിറ്റിലാണ്. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മുടെ കൺമുമ്പിൽ കൂടെ എപ്പോഴത്തേയും പോലെ നമ്മുടെ ബസ് പോയി. ഇനി അടുത്ത 20 മിനിറ്റ് ഉണ്ടാണ് നമ്മുടെ ബസ്. എയർപോർട്ടിൽ പോകുന്ന റൂട്ടാണ്. എക്സാക്ട്ലി എന്താണെന്ന് ഞങ്ങൾ ഇതുവരെ ഈ സൈഡിലോട്ട് വന്നൊന്നും അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. നമുക്ക് പോകാനുള്ള ബസ് ഇതോ അപ്പുറത്തെ സ്റ്റോപ്പിൽ അവർ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇതാണെന്ന് ഒരു ഐഡിയ ഇല്ല. സ്റ്റിൽ നമ്മൾ നമ്മുടെ സ്റ്റോപ്പിലിരിപ്പുണ്ട്. സ്റ്റോപ്പിൻ്റെ പേരൊന്നും എടുക്കാം അല്ലല്ല. ഏറ്റവും കോമഡി, ഞങ്ങൾ സൂയിൽ കൊണ്ടുപോകണമെന്ന് വിചാരിച്ച ആൾ ഇതാ ഇവിടെ കിടന്ന് ഉറക്കം തുടങ്ങി. ഇനി അവിടെ എത്തിയിട്ട് വേണം അവനെ ഉറക്കം എണീപ്പിക്കാൻ. അങ്ങനെ ഫൈനലി നമ്മുടെ ബസ് എത്തി സൂവിലോട്ട് പോകാൻ. സോ നമുക്കിത് കയറി 10ാമത്തെ സ്റ്റോപ്പാണ്. എൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് സൂ തന്നെയാണ്. നമ്മൾ ഓൾമോസ്റ്റ് എത്താറ്. ഇനി 2 സ്റ്റോപ്പും കൂടെ. ഇതെന്താ നമ്മൾ മല കയറുന്നേക്കാം? ആണാ? അല്ലല്ല, സൂ എത്തിയില്ല. ആണാ? അപ്പം ഞാൻ കണ്ടു. അയ്യോ, ഒരു ചെറിയ കയറ്റമുണ്ട്, ഒരു മഴയും വരുന്നുണ്ട്. നമ്മൾ പ്ലാൻ എന്താണത് ഇങ്ങനെയൊക്കെ? നമ്മൾ എന്ന് പോകാൻ ആലോചിച്ചാലും ഇങ്ങനെയാണ്. മഴയല്ലേ? ഗ്ലാസസ് വെച്ചിരുന്നുകൊണ്ടാണ് എനിക്കൊക്കെ ഫീൽ ചെയ്തത് മഴയുടെ. ഷോ ഇതിൽക്കൂട്ടനെ എണീച്ചില്ലല്ലോ. ഒരു കാട് ഫീലല്ലേ? സത്യമാണ്, ആനിമൽസിനെ കാണാനല്ലേ പോകുന്നത്, അതുകൊണ്ട് കാട് ഫീല്. ഇതോ അവിടെ മറ്റേ പാരറ്റ് ഇരിക്കുന്നത്. സോ വി ആർ ഹിയർ അറ്റ് സൂ. പാരറ്റ് ഇരിക്കുന്നതാണ് നമ്മുടെ സൂ എൻട്രി. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ടിക്കറ്റ് എടുക്കാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് എടുക്കാം. ഈ ഒരു ടൈമിൽ ടിക്കറ്റിന് 42 സ്ലോട്ട് ചെയ്യണം ഒരാൾക്ക്. ടിക്കറ്റ് ഇതിൽക്കൂട്ടിന് ഫ്രീ ആണ്. അവന് 3 വയസ്സാവാത്തതുണ്ട്. സോ കം ഓൺ, ലെറ്റ്സ് ഗോ. ഇതിന് എണീച്ചാ അവിടെ ഇതിൽക്കൂട്ടിന് ഇതിൽ എലിഫന്റ് കാണാം. ഇതിൽ വണ്ടർ അടിച്ചിരിക്കുകയാണ്. നമുക്ക് ആദ്യം എലിഫന്റ് കാണിച്ചു കൊടുക്കാം അവന്. ഇതിൽ എലിഫന്റ് ഇതിൽ ഉറക്കപ്പിച്ചിലായതുകൊണ്ട് ഇതിന് റിയാക്ഷൻ ഒന്നും വരുന്നില്ല. വാ, ഇവിടെ നേരെ. സോ ഇവിടെ നമുക്ക് 2 ആനയുണ്ട്. ആക്ച്വലി നമുക്കിവിടെ ഇവർ ഫീഡ് ചെയ്യുന്നൊരു ടൈമുണ്ട്. നമ്മൾ വന്നത് ലേറ്റ് ആയതുകൊണ്ട് അത് ഫീഡിങ് ഷോ ഒന്നും കാണാൻ പറ്റൂല. കയറുമ്പോൾ തന്നെ അവിടെ നേരെ പാരറ്റ്സ് ആണ്. ഇതിലെന്താ ഇതിരു? ഇതൊരു ഫോമിൽ വരുന്നതേ ഉള്ളൂ ആനേനെ കാണുന്നത്. കയറുമ്പോൾ തന്നെ നമുക്ക് ഈ ബേർഡ്സിനൊക്കെ ഇവിടെ കാണും. വാവ്, അടിപൊളി.
അവസാനം വെയിൽ കാരണം നമ്മൾ തൊപ്പി എടുത്ത് വെച്ച്. സോ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ആനിമൽസിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പണ്ട് GK ബുക്കിൻ്റെ അകത്തൊക്കെ ഈ ഓരോ ആനിമൽസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, GKയുടെ അകത്തൊക്കെ. അത് ചൂടാവുമ്പോൾ ഇങ്ങനെ പലയിടത്തും നമുക്കൊന്ന് ജസ്റ്റ് ഒരു തണുത്ത ഫീൽ കിട്ടാൻ വേണ്ടി ഇങ്ങനെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മുടെ ഇതിരുകുട്ടൻ ഓൺ ദ ഫ്ലോർ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അനിമൽസിനൊക്കെ കാണിച്ചു കൊടുക്കാം. ഇതിരു പീക്കോക്ക് ഇരിക്കുന്നുണ്ട്, നമുക്ക് ശല്യപ്പെടുത്താതെ പോവാം. അവിടെ എന്തുണ്ട്? വാവ്, ലുക്ക് ഇതിരോ വെള്ളത്തിൽ കളിച്ചിട്ട് ഇതിൽ തണുത്തിരിക്കുന്നു. ഇത് പാരറ്റ് ആണോ? ഇതാണ് ഫെസ്റ്റീവ് ആമസോൺ, യെല്ലോ ഹെഡഡ് ആമസോൺ. ഇവിടെ നമ്മുടെ കീരി, യെല്ലോ കീരിയുടെ വീടാണ്. കാണാൻ വയ്യ പക്ഷെ. അയ്യോ ദോ വന്ന് അറിയാൻ വയ്യ. ശരിയാണ്. ഇതിലല്ലോ എന്തോ നീർ കാറ്റാ, എന്തോ പേരാണ് ഇതിന്റെ. സോ ഇവിടെ നിറയെ ബേർഡ്സ് ആണ്. നമുക്ക് അയ്യോ പറന്നൊന്ന് കൊത്തുവോ? ലുക്ക് നമ്മളിപ്പോൾ അവിടെ ബേർഡ്സ് ഒക്കെ കണ്ടിട്ട് ഇവിടെ വരുമ്പോൾ നമുക്ക് ബോർഡുണ്ട്. വാഷ്റൂമും ജിറാഫ്, സീബ്ര ഒക്കെ അങ്ങോട്ടാണ്. സോ നമുക്ക് അങ്ങോട്ട് പോയി. ഇനി അതെ, എവിടെ റാബിറ്റ്? അങ്ങ് ഒളിച്ച്. അതെ, ക്ഷീണിച്ചിരിക്കുന്ന റാബിറ്റ്. പക്ഷെ ഇവിടെ സ്റ്റെയർ അല്ലേ വാപ്പജി? പക്ഷെ നമ്മുടെ റാബിറ്റ് ഇവിടെ വിശന്നിട്ടാണെന്ന് തോന്നുന്നു. നല്ല തക്കട് റാബിറ്റ്. ബിജോ ഹായ്, ഇതൊരു റാബിറ്റിനെ കാണാൻ അവസാനം ഇറങ്ങിയെന്ന്. ലുക്ക്, ഇറ്റ്സ് എ റാബിറ്റ്. നോക്ക്, ഇതൊക്കെ ലുക്ക് ലുക്ക് ലുക്ക്. വാവ്, ഇറ്റ്സ് എ റാബിറ്റ്. വിളിച്ച് റാബിറ്റ്. അതെ, അതാ ഒരു മുള്ളം പന്നി. അമ്മേ പൊക്കോ പോവാ നമുക്ക്. അങ്ങനെ നമ്മൾ ഇതിരുവിന്റെ സേബയുടെ എടുത്തിട്ടുണ്ട്. സേബ ഇതിൽ നോക്കുന്നോ? സേബ്ര. ഇവിടെ നിറയെ മുള്ളം പന്നിയാണ്, വെറുതെ എൻ്റെ കുത്തുകൊണ്ടാണ്. സേബ അങ്ങോട്ട് എങ്ങനെ പോകും? പക്ഷേ ഒരു ഫോക്സ് അവിടെ ക്ഷീണിച്ചിരിപ്പുണ്ട്. വേറെ നമുക്ക് എന്ത് അനിമൽസ് ഉണ്ട്? നമ്മൾ സീബ്രയുടെ അടുത്ത് ഇതുവരെ പോയില്ല. ഇവിടെ നിന്ന് അതിനെ വാച്ച് ചെയ്യാനുള്ളതാണ്. പക്ഷെ ഒരു വുൾഫേ ഉള്ളൂ. വുൾഫായിരുന്നു ഫോക്സ് ആയിരുന്നു ഇത്? ഇറ്റ്സ് എ വുൾഫ്. എടാ ഹേ ലുക്ക്, സേബ്ര. 1 2 3 4 5 6 7 8 ഉണ്ട്. അകത്തും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ജിറാഫിനെ കണ്ടിരിക്കുകയാണ്. ജിറാഫ്, 2 ജിറാഫ് ഉണ്ട് കേട്ടോ ഇവിടെ. എവിടെ? ഞാൻ കണ്ടില്ലല്ലോ വൾച്ചറിന്. എന്നിട്ട് ഞാൻ ജിറാഫിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശരിയാണ്, ഞാനും ഇപ്പോഴാണ് അതിനെ കണ്ടത്. ഇതിനല്ലാതെ കണ്ടിട്ടുണ്ട്. അല്ല, ഈ ഒരു ഏരിയയിൽ ഇതൊരു മിനി സൂ ആണ്. എൻ്റെ നമുക്ക് കയറി കുറച്ചുകൂടെ അടുത്ത അനിമൽസിനെയൊക്കെ കാണുകയും തൊടുകയൊക്കെ ചെയ്യാം. എന്തോ ഒരു ആമ ഉണ്ട്. അങ്ങനെ ഒടുവിൽ നമ്മൾ ടൈഗറിനെ കണ്ടുപിടിച്ചിരിക്കുന്നു. എന്തോ ഇരിക്കുന്നു ടൈഗർ. ഒരെണ്ണേ ഉള്ളൂ. അയ്യേ, ഇതെന്ത് ടൈഗർ ഇത്? സുഖമായിട്ടായിരുന്നു ഉച്ചോർക്കം ഉറങ്ങാണ്. നമുക്ക് എന്നെ ശല്യപ്പെടുത്തണ്ട. ആടോ ഇങ്ങോട്ട്. ശരിയാണ്, എവിടെ നിന്നൊക്കെ ഏതൊക്കെ ആനിമൽസ്, ഇത്രയും ആനിമൽസ് ഉണ്ട് ഇവിടെ. നമ്മളിപ്പോൾ കുറച്ച് കണ്ടോ. ലെറ്റ്സ് ഗോ ആൻഡ് ചെക്ക് ഇവിടെ ഉണ്ടോന്ന്. അടുത്ത് It's a jaguar.
ഈ സംഭവം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമുക്കിപ്പോൾ കൊച്ചുങ്ങളെ കൊണ്ടുവന്ന് അവരുടെ ഡയപ്പർ ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു മറവിൽ കൊണ്ടുവന്നിരുന്ന് ഫീഡ് ചെയ്യാനൊക്കെ പറ്റിയൊരു ഏരിയ ആണിത്. ഒയ്യോ, നമ്മളവിടെ കണ്ട് ജാഗ്വാറിൻ്റെ ഒരു പേരും കൂടെ അവിടെ ഉണ്ട്. ആ ഒരു പേരും കൂടെ ഉണ്ട് അവിടെ. ആൻഡ് ഇതിനകത്ത് വന്നിട്ട് നമുക്ക് ബാറ്റിനെയൊക്കെ കാണാം. പക്ഷെ ഞാനകത്ത് കയറുന്നില്ല. ഇതിരക്കുട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഫുൾ ഇരുട്ടാണ്. ഇതിൻ്റെ നമുക്ക് ഫ്ലാഷ് ഒന്ന് യൂസ് ചെയ്തുവിടാം. സോ ഇക്ക പോയിട്ടുണ്ട്. ഞാനും ഇതിരക്കുട്ടനും വാപ്പച്ചിനോട് വെയിറ്റ് ചെയ്യാണ്. ഈ ഒരു സെക്ഷനിൽ നമുക്കിവിടെ ബുക്കുകളിൽ മാത്രം കണ്ടുള്ളൂ കുറേ അനിമൽസ് നമ്മളിവിടെ കണ്ടല്ലേ. ഞാൻ നാട്ടിലത്തെ സൂയിൽ പോയിട്ടില്ല. ഡൽഹിയിൽ സൂയിൽ പോയപ്പോൾ ഓസ്ട്രിച്ച് ഉണ്ടാകുമെന്ന് എനിക്ക് ഓർമ്മയില്ല. ഐ മീൻ വേറെയും കുറേ അനിമൽസിനൊന്നും നമ്മളങ്ങനെ റിയൽ ലൈഫിൽ കണ്ടിട്ടില്ലല്ലോ. എങ്ങനെയുണ്ട് സൂവിൻ്റെ എക്സ്പീരിയൻസ് ഇതുവരെ? അതെ, ഇതിരക്കൊട്ടൻ ആക്ച്വലി കുറച്ച് അനിമൽസിനെയൊക്കെ കണ്ട് ഓക്കെ ആയിട്ടിരിക്കുകയാണ്. പക്ഷേ ചിലതിനൊക്കെ കണ്ടിട്ട് അവന് പേടിയാവുകയാണ്. അത് കാരണം അവനിങ്ങനെ എന്താ സ്ട്രോളർ പേടിച്ച് വന്നിരിക്കുന്നുണ്ട്. കുറച്ച് നേരത്തെ അവിടെ നമ്മൾ ടൈഗറിനെയൊക്കെ കണ്ടപ്പോൾ പാവം പേടിച്ചു പോയി. അവൻ കൊച്ചാണ്. അവൻ അവിടെ ചുറ്റുമുള്ള വീണ്ടും നമ്മൾ ജിറാഫിൻ്റെ അവിടെ. ജിറാഫ് ഇവിടെ നോക്കൂ. Where is giraffe? ജിറാഫ് എവിടെ? സോ ഇതെന്താണ്? ക്യാമൽ. ക്യാമലിൻ്റെ പക്ഷെ ക്യാമൽ അല്ലല്ലോ ഇത്. ഇതിൽ വെച്ച ക്യാമൽ. ഇതുണ്ട് ഇതിരു പെൻഗ്വിൻ കണ്ടതോ? ഇതോടെ കണ്ടതിന് ശേഷം ഞങ്ങൾ ശരിക്കും അവിടെ ക്രാക്കോ സൂ എക്സ്പ്ലോർ ചെയ്യുന്ന ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതിൽക്കൂട്ടൻ ചെറിയൊരു അലമ്പ് തുടങ്ങി. ഇപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലെത്തി നേരെ പോയി ബസ്സിൽ കയറട്ടെ. കാരണം ഭയങ്കര തിരക്കായിരുന്നു. ഈ ഒരു ബസ് മിസ്സായ ഇനി മിക്കവാറും 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങൾക്ക് ബസ് കിട്ടാൻ പോകുന്നത്. ആൻഡ് ബസ്സിൻ്റെ അകത്തുള്ള തിരക്ക് എൻ്റെ പൊന്നോ. നേരത്തെ കയറി പകുതി കൂടുതൽ ആൾക്കാർ പാർക്കിങ്ങിൽ വന്ന് ഇറങ്ങി. അപ്പം തന്നെ ബസ് ഇവിടെ നിന്ന് ഒഴിഞ്ഞ്. സോ നമ്മൾ തിരിച്ച് വന്ന് കയറി സ്റ്റോപ്പിലോട്ട് ക്രാക്കോവിയ സ്റ്റേഡിയം അങ്ങോട്ട് പോവാണ്. ഇതിരക്കുട്ടൻ ബോറടിച്ചപ്പോൾ അവൻ ഐസ്ക്രീം മേടിച്ച കൂട്ടത്തിൽ ഞങ്ങൾ ഈ കാണുന്നൊരു സ്ലർപ്പി മേടിച്ചു 300 രൂപയ്ക്ക്. അട്ടർ ഫ്ലോപ്പ്. അവർ പറഞ്ഞ ഏറ്റവും ബെസ്റ്റ് അവരുടെ കോളാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇഷ്ടപ്പെടാത്ത സാധനം. ഇനി കഷ്ടപ്പെട്ടിരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിത്. പാവൽ കാസലിൻ്റെ ഇപ്പുറത്തെ സൈഡാണല്ലേ ജൂബിലേറ്റ്. ഈ സൈഡിൽ വന്നിട്ടാണ് നമുക്ക് മറ്റേ ഡ്രാഗൺ ഫെസ്റ്റിവലിൻ്റെ ടൈമിൽ നന്നായിട്ടെല്ലാം കാണാൻ പറ്റുന്നത്. വർഷത്തിൽ വർക്കിംഗ് സൺഡേസിലൊരു വർക്കിംഗ് സൺഡേയും കൂടെയാണ് ഇന്ന്. കാരണം നമ്മുടെ എല്ലാ ഗ്രോസറി ഷോപ്സും വീക്ക് ഡേയ്സ് പോലെ രാത്രി ഒരു 10:30 വരെ ഉണ്ട്. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇവിടുത്തെ ക്രാക്കോ സൂ എക്സ്പ്ലോർ ചെയ്യുന്നത്. ആക്ച്വലി കുറച്ച് പോർഷൻസൊക്കെ ഞങ്ങൾ സ്കിപ്പ് ചെയ്തു. അപ്പോൾ ഒക്കെ സ്റ്റാർട്ടായപ്പോൾ ഞങ്ങൾ പതുക്കെ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ.